കാര്യം അത് സംഗതി എ സർട്ടിഫിക്കറ്റ് ആണല്ലോ. നിന്റെ അനന്തരവനില്ലേ, അവനാൾ ശരിയല്ല. അവൻ ഭാര്യ മരിച്ച ദുഃഖത്തിലാണെന്ന് പറഞ്ഞ് അഭിനയിക്കല്ലേ. നല്ലൊരു കിളി പോലത്തെ പെങ്കൊച്ചിനെ വെപ്പാറ്റേക്ക് വെച്ചിട്ട് അവനങ്ങോട്ട് സുഖിക്കല്ലേ. ഏത് പെണ്ണ്? ഇവിടുത്തെ വേലക്കാരത്തി പെണ്ണ്. നീ അവളെ കണ്ടിട്ടില്ലേ? ഇല്ല. കണ്ടാ നീ പിന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോകത്തില്ല. അപ്സരസല്ലേ അവള്, അപ്സരസ്. കാര്യം വിനോദത്തിന് കാശ് തന്നിട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിലും സത്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അവളാള് പെശക. ഒന്നും മുട്ടിയാ നമുക്കും കിട്ടും. മുട്ടിയാ കിട്ടൂന്ന് പറഞ്ഞോളൂ. അപ്പോഴൊക്കെ അവൾ ഇങ്ങോട്ട് വന്ന് മുട്ടിയേക്കണം. നോക്കിയേ, നോക്കടാ. സാറുമാർക്ക് കുടിക്കാൻ വെള്ളം വേണോന്ന് ചോദിക്കാൻ വന്നതാ. സംഗതി അവൾ എന്തിനും റെഡിയാ, മുതലാക്കിക്കോ. ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു. ആ വെള്ളം അങ്ങ് മുറിയിലേക്ക് വെച്ചേക്ക്. നീ ഇവിടെ ഇരിക്കേ. ആൾ ദി ബെസ്റ്റ് അളിയാ. താങ്ക് യു. യവനസുന്ദരി എന്നൊക്കെ ഞാനിതുവരെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതാ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. സത്യം പറയട്ടെ, ഈ ലോകം മുഴുവൻ കറങ്ങിയിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. എന്നെ അത്രയ്ക്ക് ഇഷ്ടായോ? ഇഷ്ടമായോന്നു? ഒരുപാട് ഒരുപാട്. മഹേന്ദ്രൻ പെട്ടെന്നങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. അത്രയ്ക്ക് ഇഷ്ടായെങ്കിൽ തമ്പുരാനെ കല്യാണം കഴിക്കോ? വേണ്ടി വന്നാൽ ഇതുപോലൊരു സുന്ദരി പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചെന്നും ഇരിക്കും. എന്താ ചിരിച്ചത്? വിശ്വാസം വരുന്നില്ലേ? അതല്ല, തമ്പുരാനെ കല്യാണം കഴിച്ച നമുക്ക് ആദ്യം ജനിക്കുന്ന കുഞ്ഞിന്റെ നക്ഷത്രം കാർത്തികയാണെങ്കിലോ? ആ കുഞ്ഞിനെ തമ്പുരാൻ കൊല്ലില്ലേ? ആരാ നീ? നിനക്കറിയണല്ലേ? എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഈ കൊട്ടാരത്തിലെ ഗസ്റ്റാ. രാജകുമാരൻ ചികിത്സിക്കുന്ന ഡോക്ടർ. സത്യം. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോ, എന്താ എന്തോ? എന്നെ ഇവര് അവൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഷീസ് നോട്ട് എ ഗേൾ, ഷീസ് എ ഗോസ്റ്റ്. ഷട്ട് അപ്പ്. അവള് പ്രേതമാണെന്ന് പല്ലവി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അവള് പ്രേതം, എന്റെ മോള് പ്രേതം, നാളെ ഞാനും പ്രേതമാണെന്ന് നിങ്ങൾ പറയും. മിസ്റ്റർ വിനോദ്, ഈ കൊട്ടാരം മുഴുവൻ പ്രേതങ്ങളാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എനിവേ, നിങ്ങൾ ആ പെണ്ണായിട്ട് അടുക്കാൻ പോകണ്ട. സൂക്ഷിക്കണം, അവൾ അസ്ഥി വരെ തിന്നും. നിർത്തണോ? ആ പെങ്കൊച്ചിനെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച എനിക്ക് വീണ്ടും പഴയ വിനോദാവേണ്ടി വരും. 4 വർഷം മുമ്പ് തെരുവിലെറിഞ്ഞിട്ട് പോകുന്ന എന്റെ പഴയ സ്വഭാവം എന്നെ കൊണ്ട് നീ എടുപ്പിക്കരുത്. ഞങ്ങളെ രണ്ടുപേരും ഭ്രാന്തന്മാരെന്ന് മുദ്രകുത്തി ബാക്കിൽ സൂചി കുത്തിക്കയറ്റി മയക്കി കിടത്തിയില്ലേ? അനുഭവിച്ചോ? ഇവൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്റെ ഗുരുനാഥന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ അവളെ തളക്കും.
സാറെന്താ ഇവിടെ? കുളിക്കടവിൽ സാറ് കുളിക്കാറില്ലല്ലോ. ഞാൻ കുളിക്കാമെന്നല്ല, നിന്നെ സ്വൈര്യമായിട്ടൊന്ന് കാണാമെന്ന. ഇവിടെയോ? അതെ, കൊട്ടാരത്തിൽ നമുക്ക് ചുറ്റും 100 കണ്ണുകളാ. അമ്മാമാരുടെയും അമ്മായിമാരുടെയും സംശയങ്ങൾക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ. എന്റെ അശ്വതിയുടെ സ്ഥാനത്തേക്ക് എന്റെ അമ്മമ്മോളുടെ അമ്മയായി ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. എന്താ ഇന്ദുവിന് ഇഷ്ടക്കുറവ് എന്തെങ്കിലും? എന്റെ അമ്മമ്മളുടെ അമ്മയായി, അങ്ങയുടെ ഭാര്യയായി ഈ കൊട്ടാരത്തിൽ ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഭാഗ്യ. വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ലക്ഷ്മീപുരം നാട്ടുരാജ്യത്തിലെ പടനായകനായിരുന്ന ചന്ദ്രചൂഡനും ഭാര്യ ഇന്ദുമതിയുമാണ്. ഇവരുടെ പുനർജന്മമാണ് വിനോദവർമ്മയും വേലക്കാരിയായി നിങ്ങളുടെ കൊട്ടാരത്തിൽ കടന്നുകൂടിയ ഇന്ദു. ഇന്ദു ശങ്കരപ്പിള്ളയുടെ മകളായി ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയാണ്. പക്ഷെ അവളുടെ ദേഹത്ത് 175 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇന്ദുമതിയുടെ ദുരാത്മാവ് കടന്നുകൂടിയിരിക്കുകയാണ് പ്രതികാരത്തിന്. അപ്പോ വിനോദവർമ്മയും ദുരാത്മാവാണ്? എല്ലാ പുനർജന്മങ്ങളും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. വിനോദവർമ്മ ചന്ദ്രചൂഡന്റെ രൂപത്തിൽ പുനർജനിച്ചു എന്ന് മാത്രം. അയാൾക്ക് മുജ്ജന്മത്തിൽ ആരായിരുന്നു ഓർമ്മയില്ല. നമുക്കെല്ലാവർക്കും മുജ്ജന്മമുണ്ട്, പക്ഷെ ഓർമ്മയില്ലല്ലോ. താൻ മുജ്ജന്മത്തിൽ ആരായിരുന്നു ഞാൻ നോക്കി പറഞ്ഞിട്ടില്ലേ? ഇയാളുടെ ആദ്യത്തെ മനുഷ്യജന്മമാണിത്. മുജ്ജന്മത്തിൽ അട്ടയായിരുന്നു. മഹേന്ദ്രന് മുജ്ജന്മത്തെക്കുറിച്ച് ഓർമ്മയൊന്നുമില്ലല്ലോ? ഇല്ല. വിനോദിനെ പോലെ തന്നെയാണ് തന്റെ ജന്മം. താൻ ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ മാനവേദവർമ്മയുടെ പുനർജന്മമാണ്. 175 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവർ പുനർജനിക്കാൻ ഇത്രയും താമസിച്ചെന്താ തിരുമേനി? അങ്ങനെയാണ് വിധി.